മടങ്ങി വരാം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക്. 2024-25 സാമ്പത്തിക വർഷത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന മത ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ അഥവാ മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി എന്നീ തുടങ്ങിയിട്ടുള്ള മതന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് മാർഗദീപം എന്ന പേരിൽ സംസ്ഥാന ഗവൺമെൻറ് നൽകുന്ന സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കേരളത്തിൽ പഠിക്കുന്ന സ്ഥിരതാമസക്കാരായ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. 1500 രൂപയാണ് സ്കോളർഷിപ്പ് തുകയായിട്ട് അനുവദിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയപ്പെടുന്നത് കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. മാത്രമല്ല 30% പെൺകുട്ടികൾക്ക് സംവരണം ചെയ്തിരിക്കുന്നതാണ്. ഒരു കുടുംബത്തിൽ നിന്ന് 2 പേർക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷ നൽകാൻ സാധിക്കും. മാർഗദീപം .kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂർണ്ണമായും പൂരിപ്പിച്ച് സ്കൂളിലെ പ്രധാന അധ്യാപകൻക്കാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കേണ്ടത്, അപേക്ഷയോടൊപ്പം കുട്ടിയുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, റേഷൻ കാർഡിൻ്റെ പകർപ്പ്, ആധാർ കാർഡിൻ്റെ പകർപ്പ്. ഇനി കുട്ടി ഭിന്നശേഷിയുള്ള വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണെങ്കിൽ അഥവാ 40% കൂടുതൽ ഭിന്നശേഷിയായ കുട്ടിയാണെങ്കിൽ ഭിന്നശേഷി തെളിയിക്കുന്ന ഡിസാബിലിറ്റി സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ്. മാത്രമല്ല അതർ കരിക്കുലർ ആക്ടിവിറ്റീസിൽ, പാഠ്യേതര പ്രവർത്തനങ്ങളിൽ അഥവാ ആർട്സ്, സ്പോർട്സ്, ശാസ്ത്രം, ഗണിതം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ കുട്ടിക്ക് എന്തെങ്കിലും ഒരു യോഗ്യത കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം, ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ കൂടെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നൽകേണ്ടതാണ്. ഇനി രക്ഷിതാക്കളിൽ ഏതെങ്കിലും ഒരാളോ അല്ലെങ്കിൽ രക്ഷിതാക്കളോ മരണപ്പെട്ടവരാണെങ്കിൽ ആ കുട്ടി അവരെന്ത് ചെയ്യണം, മരണ സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ പേരിൽ ഒരു സ്വന്തം ദേശസാൽകൃത ബാങ്കിൽ എന്ത് വേണം, അക്കൗണ്ട് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ നിന്ന് 2ൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷ നൽകാൻ സാധിക്കില്ല. തെറ്റായിട്ട് എന്തെങ്കിലും ഡാറ്റ നൽകിയിട്ട് സ്കോളർഷിപ്പ് കൈപ്പറ്റിയാൽ അത് തിരിച്ചു പിടിക്കാനുള്ള അധികാരം സ്കൂളുകൾക്ക്